കഥ കസേരകളി കഥകളി. കേരളത്തിൽ ഇന്ന് പാർട്ടിക്ക് വേണ്ടി ഒരു താത്വിക അവലോകനം നടത്താൻ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് അത് ഗോവിന്ദമാഷ് തന്നെയാണ്. ഞാനാണ് പാർട്ടി, ഞാനില്ലാതെ എന്ത് പാർട്ടി എന്ന് സഹാക്കൾക്ക് തോന്നി തുടങ്ങിയതോടെ പ്രശ്നപരിഹാരത്തിനായി കട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗോവിന്ദമാഷ്. മാഷ് പറയുന്നത് ചിലപ്പോൾ കേട്ടാൽ ചിലരെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് തോന്നിപ്പോകും. ആർക്കായാലും അങ്ങനെ ഒരു സംശയം തോന്നാം, അതിൽ തെറ്റില്ല. മാഷ് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മുകളിലാണ് പാർട്ടി എന്ന് ആർക്കും തോന്നേണ്ട കാര്യമില്ല. ഏറ്റവും മുകളിൽ പാർട്ടി, അത് കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി, അതിൻ്റെ താഴെയാണ് ബാക്കി എല്ലാവരും. അതിപ്പോൾ കഴുകനോ കുതിരയോ ആരായാലും അത്ര തന്നെ. കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലൊരു ധാരണ വേണം. അത് ഓരോരുത്തരും വിചാരിക്കുക ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ഞാനും നിങ്ങളും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ്. പക്ഷെ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയും ഉണ്ട് എന്ന നല്ല ധാരണ വേണം. അതതിന്റെ ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ഭൂതകാലത്തെ സ്മരിക്കാതെ എത്രയോ സഖാക്കൾ സ്വന്തം ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്, ജീവശവങ്ങളായിട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. പുഷ്പനെ പോലെയുള്ള സഖാക്കൾ എത്ര വർഷമായി നിങ്ങൾക്കറിയാലോ. പ്രത്യേകം തയ്യാറാക്കിയ കടക്കയിൽ കടന്ന് ആവേശത്തോടെ ഇപ്പോഴും രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്ന അത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ എത്ര ആളുകളുണ്ട്. ഇവരെല്ലാം നടത്തിയ പോരാട്ടത്തിന്റെയും സമരത്തിന്റെയും സഹനത്തിന്റെയും ഉൽപ്പന്നമായിട്ടാണ് ഞാനും നിങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വർത്തമാന കാലത്തെ പ്രതിനിധീകരിക്കുന്ന നമ്മൾ നിലനിൽക്കുന്നത്. ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിമിക്കണം മാറ്റം നല്ല കാശല്ലേ? പിന്നെ കഞ്ചാവ് വലിച്ച് തലയ്ക്ക് പിടിച്ചാൽ അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? അതിലാണ്. അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതായിരിക്കണം. ഇതൊക്കെ രണ്ടാം തവണ ഭരണം കിട്ടിയതിൻ്റെ പ്രശ്നമാണെന്നാണ് ഗോവിന്ദമാഷ് പറയുന്നത്. 2 തവണ കിട്ടിയപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ മൂന്നാമത് കിട്ടിയാലോ? പിന്നെ ചിന്തിക്കുകയേ വേണ്ട. അപ്പോൾ പിന്നെ അതിനായി കാലെ കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഗോവിന്ദമാഷ്. ഈ വർത്തമാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഏൽപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള സർവദേശീയമായാലും ദേശീയമായാലും കേരളീയമായാലും ഉണ്ടാവുന്ന സർവതല സ്പർശിയായ മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് നാളത്തേക്ക് വിരൽ ചൂണ്ടാനാവുന്ന, ഭാവിയിലേക്ക് വിരൽ ചൂണ്ടാനാവുന്ന നയങ്ങളും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ജീവിതത്തിനൊരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും, എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. നല്ല ഉപദേശം ഇരിക്കുന്ന ആളോട് ചെന്ന് പറയും. പോത്തിനോടാണോ വേറെ ഓതുന്നത്? ഞാനല്ല പാർട്ടി എന്ന് എല്ലാവർക്കും ബോധ്യം വേണം. ഇപ്പോഴും 2ാം തവണ കൂടി ഭരണത്തിലേക്ക് വന്നപ്പോ, ഭരണത്തിൽ നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വന്നപ്പോ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെയായിട്ട് മുള പൊട്ടുന്നുണ്ട്. വല്ലതും പറയാണ്ട് നേരെ പറയണം. കുറെ നേരമായിട്ട് ഞാൻ കേൾക്കുക. കളിയാക്ക നീ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. തെറ്റായ ഒരു പ്രവണതക്കും വശമതമാവാൻ ഞാനില്ല, ഞങ്ങളില്ല, ഈ പാർട്ടിയില്ല. ജനങ്ങൾക്ക് അംഗീകരിക്കാനാവാത്ത ഒരു പ്രവണതയുടെയും ഭാഗമാവില്ല. ഈ മന്ത്രിസഭയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല എന്ന പ്രതിജ്ഞയിലൂടെയാണ് ഈ പാർട്ടി ശരിയായ ദിശാബോധത്തിലേക്ക് നീങ്ങുക. രാഷ്ട്രീയം, അവന് രാഷ്ട്രീയ യൂണിയൻ പ്രവർത്തനമൊന്നുമില്ല, വെറും തെണ്ടിത്തരം മാത്രമേ ഉള്ളൂ. കിഫ്ബി മസാല ബോണ്ടിൽ തോമസ് ഐസക്കിനെ വിടാതെ പിന്തുടരുകയാണ് ED. എന്നാൽ ഇടപാടിൽ തനിക്ക് മാത്രമായിട്ട് ഒരു ഉത്തരവാദിത്വമില്ലെന്നാണ് തോമസ് ഐസക് പറയുന്നത്. തീരുമാനമെടുത്തത് പിണറായി സഹാവ് കൂടി ചേർന്നാണ്. അങ്ങനെ നോക്കിയാൽ പിണറായി സഹാവും ഇതിൻ്റെ ഭാഗമാണ്. ഉയർന്ന പലിശ കൊടുത്ത് മസാല ബോണ്ട് വഴി പണം കണ്ടെത്താമെന്നത് ഐഡിയ കാര്യം തോമസ് ഐസക്കിൻ്റെതാണ്. കാര്യം മുഖ്യമന്ത്രി ചെയർമാനൊക്കെ ആണെങ്കിലും ഈ വക ഐഡിയയ്ക്കൊന്നും പുള്ളി മെനക്കെടില്ലെന്ന് ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ നന്നായിട്ട് അറിയാം. പിന്നെ സഹാവിന് എന്ത് പേടിക്കാനാ, അല്ലേ? ഹാജരാകാം, വിശദീകരണം നൽകാം. എന്താണ് നിയമലംഘനം എന്ന് പറയണമെന്ന് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ആ SIയുടെ അടുത്ത് എന്ന് കൃത്യമായി ഒപ്പിട്ടേക്കണം. മനസ്സിലായടാ? എന്റെ ഒരുപാട് ഒപ്പ് SIയുടെ കയ്യിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണെടുത്ത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ? നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ച് ചോദ്യം ചെയ്യണ്ട.
കോടതി തന്നെ പറഞ്ഞ റോവിങ് എക്സ്പെഡീഷൻ ഇങ്ങനെ കാടും പറഞ്ഞും തല്ലി ഉള്ളൊരു അന്വേഷണം നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി 1.5 വർഷം കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാര്യം ഇനിയിപ്പോൾ കണ്ടുപിടിക്കാനാ? അപ്പം അതിനെ വിളിപ്പിക്കുന്ന ഹരസ്മെന്റാണ്. ഞാനൊരു ആഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമോ? നിന്നെ പതുക്കെ 2-3 ഇടി ഇടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. പതുക്കെ ഊറും എടുക്കണ പോലെ. നിനക്ക് കൊടുക്കുന്ന ആരോഗ്യല്ലേ, നീ ഒന്ന് എയർ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ്. ശുദ്ധ ഹരസ്മെന്റ് നമ്മളെ താറടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ പോകും. അതുകൊണ്ട് ഇഡിക്ക് ഒരു സൂചന നൽകിയിരിക്കുക, ഈ പണി അവസാനിപ്പിക്കുന്നതാണ്. നിന്റെ കാര്യം ഇവിടെ തെളിയാതെ നടക്കുന്ന പെറ്റി കേസല്ല അവന്റെ തലയെ കെട്ടിവെച്ച് കോടതി ഹാജരാക്ക്. മണി ലോണ്ടറിങ്ങിന് അങ്ങനെ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് വിളിച്ചാൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇതിപ്പോൾ അറസ്റ്റ് ചെയ്യാനൊന്നും ഇവർക്കാനുള്ള കോപ്പില്ല. നിനക്കെല്ലാം കളിക്കാൻ പോലീസിനെ കിട്ടിയുള്ളൂ. നീ എല്ലാം ജയിലിലോട്ട് വന്നേക്ക്. നിന്റെ എല്ലാം ഭാര്യയെല്ലാം ഓരോന്നായിട്ട് വരും, എന്നിട്ട് ജയിലിന് അഴിയിടും. നിങ്ങൾ ഈ നിയമം ലംഘിച്ചു, അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ഹാജരാണെന്ന് പറഞ്ഞാൽ റെഡി. അതല്ലാതെ എൻ്റെ നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി സെൽഫ് ഇൻക്രിമിനേഷന് വേണ്ടി ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പോകാൻ കഴിയില്ല.